ഹായ്, നമുക്കൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ കറിവേപ്പില, മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ടിട്ട് 4 വിസിൽ വരുത്തുക. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിലാണ് ഇസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ വീഡിയോസൊന്നും വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഫുഡൊക്കെ സൂപ്പറാണ് കേട്ടോ. ഉണ്ടാക്കി വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. തൈരും പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക, ഉപ്പും ചേർത്തിട്ട്. നമ്മൾ ഉപ്പ് മറ്റേ ഉരുളക്കിഴങ്ങ് വേവാനും വേണ്ടിയിട്ട് പച്ചക്കറിയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചിക്കനിൽ ഇട്ടാൽ മതി. ബീഫാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വിസിൽ വരുത്തിയാൽ മതി. ബീഫിനാകുമ്പോൾ വേവ് ഉണ്ടാവുമല്ലോ കൂടുതൽ, ചിക്കന് വേവ് കുറവല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചത്. മസാലയൊക്കെ ഇട്ടിട്ട് ബീഫ് അങ്ങനെ വേവിച്ചാൽ മതി. അത് എന്തെന്ന് വെച്ചാൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉലുവ, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് ബീഫ് അങ്ങനെ കുഴച്ച് വേവിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ 2 തേങ്ങൻ്റെ പാലാണ് ഉപയോഗിച്ചത്. അതിലേക്ക് തേങ്ങ അരിക്കുമ്പോൾ തന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ടായിരിക്കുക. നിങ്ങൾക്ക് അണ്ടിയിട്ട് വേണമെങ്കിൽ അണ്ടി കുതിർത്തിട്ട് അതും അതിലിട്ട് അടിച്ചാൽ മതി, കുറച്ച് കുഴപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. പിന്നെ അതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിടാം. നല്ല ടേസ്റ്റാണ്. വെപ്പാർ വെക്കുന്ന അതേ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം.